MLA ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കുട്ടനാട്ടിലെ മങ്കൊമ്പ് KSCB റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞു. റോഡിന്റെയും സമീപ പാടശേഖരത്തിന്റെയും സംരക്ഷണത്തിനായി നിർമ്മിച്ച കല്ലുകെട്ടും തകർച്ചാ ഭീഷണിയിൽ. അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് ആരോപണം. രണ്ടു ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കിയതാണ് ചമ്പക്കുളം പഞ്ചായത്തിലെ മങ്കൊമ്പ് KSCB റോഡ്. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസകരാജു അനുവദിച്ച 12.5 ലക്ഷം രൂപ വിനിയോഗിച്ച് ഗുരുക്ഷേത്രം വരെയുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കി. ആറ്റുതീരം വരെയുള്ള ഭാഗവും റോഡിനോട് ചേർന്നുള്ള കല്ലുകെട്ടും നിർമ്മിച്ചത് കുട്ടനാട് MLA തോമസ് കെ തോമസ് അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച്. GST ഒഴിവാക്കിയാൽ ഏകദേശം 21 ലക്ഷം രൂപയുടെ നിർമ്മാണം. അവസാനഘട്ട നിർമ്മാണം പൂർത്തിയാക്കി റോഡ് യാത്രയ്ക്കായി തുറന്നുകൊടുത്തിട്ട് കഷ്ടിച്ച് 4 മാസം. KSCBയിലേക്ക് നിരന്തരം ഭാരവാഹനങ്ങൾ വരുന്ന വഴിയാണിത്. മഴയെ തുടർന്ന് വെള്ളം കയറിയ റോഡിൽ ഇന്ന് 2 ടോറസുകൾ കൂടി വന്നപ്പോൾ റോഡ് ഇങ്ങനെ. 21 ലക്ഷം രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ് എന്നാണ് അറിയുന്നത്. ഫ്ലെക്സ് ബോർഡ് 25 ലക്ഷമെന്നാണ് കിടന്നിരുന്നത്. അതുപോലെ 21 ലക്ഷം രൂപ ആണെങ്കിലും ഇന്ന് KSCBയിലേക്ക് ലോഡുമായിട്ട് വന്ന ടിപ്പർ ലോറി ആദ്യമായിട്ട് വരുവാണ്. ഇവിടെ വന്ന് റോഡിന്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താണു. അപ്പം അതിന്റെ ഇനിയും അത് മുമ്പോട്ട് താണുകയാണ് പോകത്തേ ഉള്ളൂ. അധികാരികളുടെ ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടാകണമെന്ന് ആണ് ഞങ്ങളുടെ അഭിപ്രായം. സ്കൂൾ ബസ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് തിരിഞ്ഞാണ് പോകാറുള്ളത്. അത് 3 സ്കൂളുകൾ ബസ് ഇവിടെ വരുന്നുണ്ട്. ഓരൂക്കര, സെന്റ് മേരീസ്, NSS, നെറുമടി ഇവിടങ്ങളിലെ എല്ലാ ബസ്സും വന്ന് തിരിയുന്ന റോഡാണിത്. ഇതിന് വേണ്ടപ്പെട്ടവർ ഇതിന് തീരുമാനമെടുക്കണം. സമീപത്തെ നാട്ടായം പാടശേഖരത്തിന്റെയും റോഡിന്റെയും സംരക്ഷണത്തിനായി നിർമ്മിച്ച കല്ലുകെട്ടാണിത്. ചീളുകൾ അടുക്കിയൊന്ന് ബലപ്പെടുത്തിയിട്ട് പോലുമില്ല. കല്ലുകൾ ഇപ്പോഴേ അടർന്നു തുടങ്ങി. മഴയെ തുടർന്ന് കല്ലുകെട്ടിന്റെ വിടവിലൂടെ പാടശേഖരത്തിലേക്ക് വെള്ളം കുതിച്ചെത്തിയതിനാൽ വീണ്ടും ബണ്ട് പിടിക്കേണ്ടി വന്നു കർഷകർക്ക്. ഇത് അന്ന് ഈ 12 ലക്ഷം രൂപയ്ക്ക് വരുന്നപ്പോൾ ഈ ഇത്രന്റെ ഇരട്ടി നീളം 12 ലക്ഷം രൂപയ്ക്ക് ജില്ലാ പഞ്ചായത്തിന്റെ മാർക്കറ്റിൽ അന്ന് ഞങ്ങൾ ബണ്ട് വെച്ച് അതിനെ കാണിച്ചു കൊടുത്തിട്ട് ആ ബണ്ടിന് മേളി വരണമെന്നും പറയുന്നതാണ്. ഈ 21 ലക്ഷം രൂപയ്ക്ക് ചെയ്ത ബണ്ടാണ്. അതിന്റെ മേളി ഇപ്പം പാടശേഖരം 30,000 രൂപ മടക്കി കട്ട പിടിച്ചിരിക്കുക. അതിന്റെ ബണ്ട് അവിടെ കൂടെ ഇന്നലെയും ഈ കട്ടയുടെ പുറത്തുകൂടെ വെള്ളം ഒലിക്കുമായിരുന്നു ഏറ്റ സമയത്ത്. നമ്മളിപ്പോ ഏറ്റവും വലിയ ദുരിതത്തിൽ ഇപ്പൊ ഈ പാടം നോക്കണമെങ്കിൽ ഈ സൈഡ് നോക്കിയാലേ ഇപ്പം വലിയ ദുരിതമായിട്ട് കിടക്കുക. 21 ലക്ഷം രൂപ വിനിയോഗിച്ച് നാടിന് ഗുണമുണ്ടാകാൻ ചെയ്തൊരു വർക്കാണ്. നാട്ടുകാരും KCB ന്യൂസും കുട്ടനാട് MLAയും എല്ലാം ഇതിന്റെ പുറകെ കുറെ ഓട്ടവും ഓടി. ഒടുവിൽ അത് ഇങ്ങനെയുമായി. റോഡിന്റെ വശങ്ങളിൽ മണ്ണിട്ടുറപ്പിക്കാൻ സാധിച്ചില്ല. കല്ലുകെട്ട് നേരാമണ്ണം ഉറപ്പിച്ചിട്ടില്ല. ടാറിംഗ് ആണേൽ ഉള്ളിത്തൊലി പോലെ. 21 ലക്ഷം രൂപ പോയ പോക്കോർത്ത് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണിപ്പോൾ പ്രദേശവാസികൾ. സമൂഹത്തിൽ പ്രസക്തമാകണമെങ്കിൽ കാലത്തിനു മുമ്പേ സഞ്ചരിക്കാൻ പ്രാപ്തരാകണമെന്നും അതിന് ശക്തവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം ആവശ്യമാണെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. എടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം, ഒരു നാട് നമുക്ക് അനുഗ്രഹമായിട്ട് തന്നെങ്കിലും അതിന്റെ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് കുറവ് വന്നു. എങ്കിലും ഈ കുട്ടനാട്ടിലെ ജനങ്ങളെ നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും കാണാനായിട്ട് സാധിക്കും. ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും അവിടെ കുട്ടനാട്ടുകാരും. അതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. വെള്ളത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭൂവിഭാഗമായിരുന്നപ്പോഴും ഇവിടെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു കുറവുമില്ല. സ്കൂളുകൾ ധാരാളം ശതാബ്ദി ആഘോഷിച്ച പല സ്കൂളുകൾ കുട്ടനാട്ടിലുണ്ട്. പ്രത്യേകിച്ച് പള്ളിയോടൊപ്പം ആരംഭിച്ച സ്കൂളുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 2 പിതാക്കന്മാര് കുട്ടനാട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടനാടിന് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അവിടെ എല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഈ കോളേജ് സ്ഥാപിതമായി. അതിലൂടെ എല്ലാം ഈ പ്രദേശത്തിന്റെ മുഴുവൻ വളർച്ചയാണ് സാധ്യമായി. നാനാജാതി മതസ്ഥർക്ക് വലിയ ഒരു പ്രകാശത്തിന്റെ അനുഭവമായി ഈ വിദ്യാലയങ്ങളെല്ലാം മാറി എന്നുള്ളതാണ് വാസ്തവം.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടനാട്ടിലെ ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് അടക്കമുള്ള ഈ നാട്ടിലെ ചെറുതും വലുതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്നും മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. കുട്ടനാടിനെക്കുറിച്ച് പഠിക്കാൻ ധാരാളം സമിതികൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാനായിട്ടില്ല. അതിനായി പരിസ്ഥിതി സൗഹൃദ ഗവേഷണങ്ങൾ നടത്തണമെന്നും അത്തരം ഗവേഷണങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാൻ സെന്റ് അലോഷ്യസ് കോളേജിന് കഴിയട്ടെ എന്നും മാർ തോമസ് തറയിൽ ആശംസിച്ചു. കോളേജ് മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ വജ്രജൂബിലി ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വജ്രജൂബിലി ലോഗോയുടെ പ്രകാശനവും കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ 5 ഭവനങ്ങളുടെ താക്കോൽദാനവും മാർ തോമസ് തറയിൽ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഇന്ദുലാൽ സ്വാഗതവും കോളേജിന്റെ ചരിത്രത്തെക്കുറിച്ച് ഹ്രസ്വ വിവരണവും നിർവഹിച്ചു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ PC അനിയൻകുഞ്ഞ്, എടത്വ ഫൊറോനപ്പള്ളി ട്രസ്റ്റി ജെയ്സപ്പൻ മത്തായി, ഗവേണിംഗ് ബോഡി പ്രതിനിധി പ്രൊഫസർ ജെറോം PV, മുൻ അധ്യാപക പ്രതിനിധി പ്രൊഫസർ ജോർജ് ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൻഡി ജോസഫ്, അധ്യാപക പ്രതിനിധി ഡോക്ടർ ബിറ്റു ആൻ ചാക്കോ, കോളേജ് സൂപ്രണ്ട് സുവി P ജോസഫ്, കുമാരി സ്വാതി സുരേഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് ജില്ലാ കമ്മിറ്റി അവകാശ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് ദേശസാത്കരണ വാർഷിക ദിനത്തിൽ പ്രവർത്തകർ ധർണയും നടത്തി. ബാങ്കിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, 12ാം കരാറിൽ അനുവദിച്ച എക്സ്ഗ്രേഷ്യ സ്വകാര്യ ബാങ്കുകളിലെ പെൻഷൻകാർക്കും നൽകുക, പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസ് കൂടി പരിഗണിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. H. സലാം MLA സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ അടിസ്ഥാനമായി നമ്മൾ സമൂഹം കണക്കാക്കേണ്ട കാര്യം ഈ ബാങ്കുകളെല്ലാം വളർന്നു തന്നെയാണ്. അവരുടെ ഡെപ്പോസിറ്റ് ഏതാണ്? ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന പോലെ വൻകിട കോർപ്പറേറ്റുകളുടെ നിക്ഷേപത്തിന്റെ ഭാഗമായല്ല ഈ ബാങ്കൊന്നും വളർന്നത്. ഈ നാട്ടിലെ പാവങ്ങളായ മനുഷ്യന്റെ അവന്റെ അധ്വാനത്തിന്റെ ഭാഗമായി ചെറിയ ചെറിയ പൈസ കൂട്ടിയിട്ടാണ് വലിയ നിക്ഷേപമായും ഫിനാൻഷ്യലി സ്റ്റേബിളായും ഈ രാജ്യത്തെ എല്ലാ ബാങ്കും നിലകൊള്ളുകയാണ്. സ്വാഭാവികമായും രാജ്യത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അതിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്നാൽ ഇന്ന് രാജ്യത്തെ ബാങ്കുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതല്ല, ലാഭം മാത്രം പ്രയോറിറ്റിയായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഒരു ബാങ്ക് മാനേജ്മെന്റോ ഗവൺമെന്റോ ബാങ്കിംഗ് രംഗത്തെ നയം തീരുമാനിക്കപ്പെടുമ്പോൾ, അതിനൊരു പലിശ നിരക്ക് പോലും തീരുമാനിക്കപ്പെടുമ്പോൾ അതിനെല്ലാം അടിസ്ഥാനമാക്കുന്ന കാര്യം ആ ബാങ്കിംഗ് സിസ്റ്റം പുറഞ്ഞു പോകാതെ മുന്നോട്ട് പോവുകയും പ്രധാന കാര്യമായി ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ പാടേ മാറും നോക്കിയാൽ കാണും. YMCAയ്ക്ക് സമീപത്തെ SBIക്ക് മുന്നിൽ നടത്തിയ ധർണയിൽ ഫോറം ജില്ലാ പ്രസിഡന്റ് NK ശ്രീകുമാർ അധ്യക്ഷനായി. അച്ചു ശശിധരൻ, അനിൽ, PM പ്രമോദ്, G രാജശേഖരൻ നായർ, അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുമായി ഏറ്റവും അടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആലപ്പുഴ ടൗൺ ഹാളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിവേഗം ബഹുദൂരം ജനങ്ങൾക്ക് സഹായം എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭരിച്ച ഒരു ഭരണാധികാരി. ഇത്രയും ഭരണ നൈപുണ്യമുള്ള, ഏത് കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ ഇച്ഛാശക്തിയുള്ള മറ്റൊരു ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊന്ന് ശ്രീ K. കരുണാകരൻ മാത്രമാണ്. ഞാൻ ശ്രീ K. കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയോടൊപ്പം ഞാൻ മന്ത്രിയായിരുന്നു. രണ്ടുപേർക്കും ധാരാളം സമാനതകൾ ഉണ്ടായിരുന്നു. വേഗതയുടെ കാര്യത്തിൽ, തീരുമാനങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ തമ്മിൽ വലിയ സാധ്യത ഉണ്ടായിരുന്നു. കേരളം കണ്ട പ്രതിഭാധനനായ ജനകീയ നേതാവായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ 1ാമത്തെ ഈ ചരമവാർഷികത്തിൽ ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതിന്റെ പ്രസിഡന്റ് ശ്രീ ബാബു പ്രസാദിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ A. ഷുക്കൂർ, രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, നെടുമുടി ഹരികുമാർ, സഞ്ജീവ് ഭട്ട്, ജോർജ് മാത്യു പഞ്ഞിമരം, CB രാജീവ് എന്നിവർ പങ്കെടുത്തു. പുളിങ്കുന്ന് മങ്കൊമ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. പുളിങ്കുന്ന് കനാൽ ജെട്ടിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണമെന്ന്
ഈ ലോകത്തിന് കാണിച്ചു തന്ന വ്യക്തിത്വം. അദ്ദേഹം MLA ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളോട്, ആരോരും തുണയില്ലാത്ത ആലംബഹീനരായിട്ടുള്ള രോഗികളായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളോട് ഇത്രയധികം കരുണ കാണിച്ചിട്ടുള്ള ഒരു ജനനേതാവ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടി പോലെയുള്ള വിപ്ലവകരമായ പരിപാടികൾ, ഓരോ ജില്ലയിലും ആ പരിപാടികൾ നടത്തുമ്പോൾ 24 മണിക്കൂർ അദ്ദേഹം പൂർണ്ണമായും ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ദാഹജലം പോലും കുടിക്കാതെ തൻ്റെ മുന്നിലെത്തുന്ന ആവലാതികളുമായി എത്തുന്ന 10,000-കണക്കിന് അപേക്ഷകൾക്ക് അവർക്കെല്ലാം തീരുമാനമുണ്ടായതിനു ശേഷമായിരുന്നു അദ്ദേഹം ആ ജനസമ്പർക്ക പരിപാടി അവസാനിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് മങ്കൊമ്പ് മണ്ഡലം പ്രസിഡന്റ് മധുസൂദന പണിക്കർ അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ജോസഫ് മാമ്പുത്തറ, മുൻ മെമ്പർ ജോളി ജോസഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജോ മാത്യു, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AS വിശ്വനാഥൻ, ജോൺ C ടിറ്റോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുളിങ്കുന്ന് ന്യൂ ബസാർ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ, പൊട്ടുമുപ്പത് ജംഗ്ഷൻ തുടങ്ങി 25 കേന്ദ്രങ്ങളിലും അനുസ്മരണ പരിപാടി നടന്നു. യൂത്ത് കോൺഗ്രസ് കുട്ടനാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചമ്പക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനവും പഠനോപകരണ വിതരണവും DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റോഫിൻ ജേക്കബ് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അനുസ്മരണ പ്രഭാഷണം നടത്തി. സൈറിഷ് ജോർജ്, വിൽസൺ ചാക്കോ, തങ്കച്ചൻ കൂലിപ്പുരയ്ക്കൽ, വർഗീസ് മാത്യു തുറവശ്ശേരി, പ്രധാനാധ്യാപിക S ഷീജ, PTA പ്രസിഡന്റ് രമ്യ S രാജു എന്നിവർ സംസാരിച്ചു. തീരദേശവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായി KSRTCയുടെ ആലപ്പുഴ എറണാകുളം തീരദേശ ബസ് സർവീസ് വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചു. PP ചിത്തരഞ്ജൻ MLA തുമ്പോളിയിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുമ്പോളിയിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ 7:20-നാണ് ആദ്യ സർവീസ് ആരംഭിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് രാവിലെ 6:30-നും 7:20-നുമാണ് സർവീസ്. എറണാകുളത്ത് നിന്നും വൈകുന്നേരം 4:20-നും 5:30-നും ആലപ്പുഴയ്ക്ക് സർവീസ് ഉണ്ടാകും. മന്ത്രി KB ഗണേഷ് കുമാറിന് PP ചിത്തരഞ്ജൻ MLA നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് ആരംഭിച്ചത്. നിലവിൽ ദേശീയപാത നിർമ്മാണം മൂലമുണ്ടാകുന്ന ഗതാഗത പ്രശ്നത്തിനും ഒരു പരിധിവരെ പരിഹാരമാണ് ഈ സർവീസ്. ചങ്ങനാശ്ശേരി ക്ലബിന്റെ നേതൃത്വത്തിൽ ഉള്ളൂർ അനുസ്മരണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ ചിത്തിര തിരുനാൾ രമണി തമ്പുരാട്ടി ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ചാൾസ് പാലാത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ജോസഫ് K നെല്ലുവേലി അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്ലബ് വൈസ് പ്രസിഡന്റ് ബിനു ജോബ്, സെക്രട്ടറി ജീൻ V സോജൻ എന്നിവർ സംസാരിച്ചു. ബിനു വെളിയനാടൻ നയിച്ച പ്രശ്നോത്തരിയിൽ ഇത്തിത്താനം ഇളങ്കാവ് ഹയർ സെക്കൻഡറിയിലെ ഗൗരികൃഷ്ണയും ശ്രിയ രാജേഷും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 5000 രൂപയും ട്രോഫിയുമാണ് ഇവർക്ക് ലഭിച്ചത്. ചിങ്ങമനം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുഷ്യ, കൃഷ്ണപ്രിയ എന്നിവർക്കാണ് 2ാം സ്ഥാനം. തൃക്കൊടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ അസിയ അജീബും താമര സജീവും 3ാം സ്ഥാനം കരസ്ഥമാക്കി. ക്ലബ് ട്രഷറർ സോണി മാറാട്ടുകളം, ജോയിന്റ് സെക്രട്ടറി ഏബിൾ കാവാലം, കോർഡിനേറ്റർമാരായ ഡിക്സൺ സ്കറിയ, ഡോക്ടർ റൂബിൽ രാജ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ സ്കൂളുകളിൽ നിന്നായി 30 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം മണികണ്ഠവയൽ ജോൺ പാറയിൽ ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. വായനശാലയിൽ ചേർന്ന പൊതുയോഗം കോട്ടയം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം AV പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. പല ലൈബ്രറികളുടെ ചരിത്രം പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ നാടിന്റെ പ്രാദേശിക ചരിത്രവുമായി എല്ലാ ഗ്രന്ഥശാലകൾക്കും ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഈ രൂപീകൃതമായ ഗ്രന്ഥശാല തീർച്ചയായും ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറേണ്ടതാണ്. ഈ പെട്ടെന്നൊന്നും ഈ ഗ്രന്ഥശാലകൾ നശിച്ചങ്ങനെ പോകില്ല. കേരളത്തിലെ ഏതാണ്ട് 9500-ഓളം ഗ്രന്ഥശാലകൾ ഇപ്പം ഈ ഗ്രന്ഥശാല സംഘവുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. വായനശാല പ്രസിഡന്റ് TK സുനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. നിഷ V ദേവൻ, ശ്യാമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്യാമോഹനെ പ്രസിഡന്റായും രഞ്ജിത്ത് രവീന്ദ്രനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ബിജു വർഗീസാണ്
വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറിയായി MP അനിൽകുമാർ ചുമതലയേറ്റു. 2024-27 വർഷത്തേക്കുള്ള ഭരണസമിതി അംഗങ്ങളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ആലപ്പുഴ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ 6ാമത് കോടിയർച്ചന ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 16 വരെ നടക്കും. കോടിയർച്ചനയോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1962, 1975, 1987, 1999, 2011 എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുമ്പുള്ള കോടിയർച്ചനകൾ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടത്തപ്പെട്ടത്. കേരളത്തിൽ തുടർച്ചയായി 6 കോടിയർച്ചനകൾ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇത് ആദ്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഒരു കർക്കിടക മാസം എല്ലാ സ്ഥലത്തും രാമായണ മാസമായി ആചരിക്കുമ്പോൾ 12 വർഷം കൂടുമ്പോൾ 72ാമത്തെ വർഷമാണ്. 1962 ആരംഭിച്ച് 72ാമത്തെ വർഷമാണിത്. ഓരോ 12 ഓരോ വ്യാഴവട്ടക്കാലവും പ്രത്യേകമായി നടത്തപ്പെടുന്ന ഒരു മഹായജ്ഞമാണിത്. ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ചരിത്രം പരിശോധിച്ചതിൽ മറ്റൊരു ക്ഷേത്രത്തിലും നിരന്തരമായി 72 വർഷ കാലാവധിയിൽ 6 കോടിയർച്ചന തുടർച്ചയായി നടന്നൊരു ക്ഷേത്രം ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഈവൻ വലിയ മഹാക്ഷേത്രങ്ങളായ ഗുരുവായൂരായാലും ശരി, വടക്കുംനാഥ ക്ഷേത്രമായാലും ശരി, അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്രമായാലും ശരി, ഒരു സ്ഥലത്തും 6 കോടിയർച്ചനകൾ ഇങ്ങനെ 12 ഓരോ വ്യാഴവട്ട കാലത്ത് നടക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ ഒരു ചരിത്രത്തിൽ നിന്നും പരിശോധിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പുതുമന ഇല്ലത്തിലെ തന്ത്രി മുഖ്യന്മാരായ ബ്രഹ്മശ്രീ മധുസൂദനൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും രൂപീകൃതമായ കോടിയർച്ചന നിർവാഹക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ വർഷത്തെ കോടിയർച്ചന മഹായജ്ഞം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബ്രാഹ്മണ ശ്രേഷ്ഠർ മഹായജ്ഞത്തിൽ പങ്കെടുക്കും. എല്ലാ ദിവസവും വേദപാരായണം, ആധ്യാത്മിക പ്രഭാഷണം, കലാസമർപ്പണം, കലാകാരന്മാരുടെ അരങ്ങേറ്റം, വിവിധ ആധ്യാത്മിക ഗ്രൂപ്പുകൾ നടത്തുന്ന നാരായണീയ ദേവീ മാഹാത്മ്യ പാരായണങ്ങൾ, പ്രത്യേക ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തുന്ന വിളക്ക് പൂജ, പ്രധാന ദിവസങ്ങളിൽ നടക്കുന്ന അന്നദാനം എന്നിവ ഈ വർഷം നടത്തപ്പെടുന്ന കോടിയർച്ചനയുടെ പ്രത്യേകതകളാണ്. കോടിയർച്ചന നടക്കുന്ന 27 ദിവസങ്ങളിൽ കേരളത്തിലെ ആധ്യാത്മിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ, കലാരംഗത്തെ പ്രമുഖർ വിശിഷ്ടാതിഥികളായി ക്ഷേത്രദർശനം നടത്തുവാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികളായ R. കൃഷ്ണൻ, A. മണി, G. വിനോദ് കുമാർ എന്നിവർ അറിയിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 17ാമത് പൊതിച്ചോർ വിതരണവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. വിവിധ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. പുലിയൂർ ശാന്തി തീരത്ത് മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനം ട്രഷറർ ജോജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൽ കാണുന്ന ഹൃദയനൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊക്കെ വെറും പഠനങ്ങളാണ്. രാഷ്ട്രീയമായാലും പാർട്ടി കാര്യങ്ങളും എന്ത് രാഷ്ട്രീയ പ്രവർത്തകരാണ്. പക്ഷെ അതൊക്കെ അതിനൊരു നിലനിർത്തുന്നതിനോടുണ്ട്. എന്നാൽ നമ്മൾ ഹൃദയനൊമ്പരങ്ങളെ ഒപ്പിയെടുത്ത് അതിനോട് പ്രതികരിക്കുക എന്നുള്ള വലിയ കടമയാണ് ശാന്തി തീരം ചെയ്യുന്നത്. ആ ശാന്തി തീരത്തിലെ ദൈവത്തിൻ്റെ പ്രതികരണങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പ്രിയപ്പെട്ട സതീഷ്, നമുക്ക് 24 മണിക്കൂറുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദശാംശം കൊടുക്കുകയാണ്. ആ വലിയ പുണ്യപ്രവർത്തി ചെയ്യുന്ന സതീഷിനെയും ആ ട്രസ്റ്റിനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ സാമുവേൽ, N. മത്തായി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി വൈസ് ചെയർപേഴ്സൺ സരസു UK നായർ ഉദ്ഘാടനം ചെയ്തു. ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ, ഹരിദാസൻ പിള്ള മെഡിവൽ, ജോജി ചെറിയാൻ, സലിം ചാപ്രായിൽ, മാനേജർ ജയശ്രീ മോഹൻ എന്നിവർ നേതൃത്വം നൽകി. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി സുനിൽ ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ചെറുപുഷ്പം, സിസ്റ്റർ സാനിയ, ഉണ്ണി കുറ്റിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുന്നപ്ര IMD-യിൽ ദിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമുകളുടെ ഒഴിവിലുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ആലപ്പുഴ പുന്നപ്ര അക്ഷരനഗരി കേപ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ 2024-2026 വർഷത്തേക്കുള്ള ദിവത്സര ഫുൾ ടൈം MBA പ്രോഗ്രാമിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. കോഴ്സുമായി ബന്ധപ്പെട്ട് ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ്, ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷന് അവസരമുണ്ട്. ഫിഷറീസ് വിഭാഗക്കാർക്കും SC/ST OBC വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും. 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 0477 22 67 602 എന്ന നമ്പറിലോ
9188067601 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കോട്ടയം പുതുപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UPST അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 22 രാവിലെ 11 മണിക്ക് അസൽ രേഖകളുമായി സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്ന വിദ്യാകിരണം പദ്ധതിക്കായി 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സർക്കാരിതര അംഗീകൃത സ്ഥാപനങ്ങളിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഓഗസ്റ്റ് 31. കൂടുതൽ വിവരങ്ങൾക്ക് swd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നോ കോട്ടയം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നിന്നോ ലഭിക്കും. ഫോൺ 048125639880. സഹകരണ വകുപ്പിന് കീഴിൽ പുന്നപ്രയിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് SSLC പാസ്സായവർക്കായി 6 മാസം ദൈർഘ്യമുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9462447001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.